പിന്നീട് ഞാൻ ഇത് വേണ്ടെന്ന് വെച്ച ഒരു സമയമുണ്ട്. വെച്ചാൽ ചില സാഹചര്യങ്ങളിലൊക്കെ എന്നാൽ പിന്നെ ഇത് വേണ്ട. കോളേജ് വിദ്യാഭ്യാസം KSUയിൽ നിന്നായിരുന്നു സാറിൻ്റെ തുടക്കം. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആവണം എന്നതാണ് എൻ്റെ വഴി, അല്ലെങ്കിൽ ജനപ്രതിനിധി അതാണ് എന്ന് തോന്നിയ ഒരു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജേണി, പൊളിറ്റിക്കൽ ജേണി? അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അനുഭവം തുറന്നു പറഞ്ഞാൽ, ഞാൻ ഇന്നാൾ ഒരിക്കലൊരു വേദിയിൽ ഞാൻ പറയുകയുണ്ടായി, ഒരു പക്ഷേ പല സ്വാധീനങ്ങളും എനിക്കുണ്ടായിട്ടുണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും ഞാൻ തുടക്ക കാലഘട്ടം മുതലേ, എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുനാൾ മുതലേ എന്തോ ഒരു അഭിവാഞ്ച ഈ പറയപ്പെടുന്ന ഒരു പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെടാൻ, പ്രത്യേകിച്ചും കാര്യങ്ങൾ അറിയാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഞാൻ എന്നെ തന്നെ വിലയിരുത്തിയിട്ടുള്ള കാര്യം, ഞാൻ നല്ലൊരു നിരീക്ഷകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നല്ലൊരു പെർഫോമറോ ഒരു സ്റ്റേജ് പെർഫോമറോ ഒന്നും ചിലപ്പോൾ ആയിരിക്കില്ല. പക്ഷേ ഞാനൊരു സംഘടനാ പ്രവർത്തന രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു പാഠമുണ്ട്. കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നമ്മുടെ ഒരു ശേഷി, അല്ലെങ്കിൽ ഒരു നമ്മളിൽ അന്തർലീനമായ കഴിവ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും ഇതിലേക്ക് എങ്ങനെ വന്നുപെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അതായത് എൻ്റെ പിതാവ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ റേഡിയോ വാർത്ത കേൾക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഉണരുന്നത് തന്നെ 5:55 എനിക്ക് തോന്നുന്നു റേഡിയോയിൽ ഒരു ഇംഗ്ലീഷ് വാർത്തയുണ്ട്. അദ്ദേഹം ആ റേഡിയോ ഓൺ ചെയ്ത് വെക്കുമ്പം അത് ഞങ്ങൾ കൂടെ കേൾക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ഈ കാര്യങ്ങൾ റേഡിയോ വാർത്തകളിലൂടെ, അതിനുശേഷം പ്രഭാതപേരിക്ക് ശേഷം പിന്നീട് മലയാള വാർത്ത, പ്രാദേശിക വാർത്ത, ഡൽഹിയിൽ നിന്നുള്ള വാർത്ത, ഈ പറയപ്പെടുന്ന ആകാശവാണിയിലെ വാർത്താ അവതാരകർ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ 90കൾ, അല്ലെങ്കിൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത് 80കളുടെ അവസാനവും 90കളിലുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു നിലയിലുള്ള ഒരു എക്സ്പീരിയൻസ് കുഞ്ഞുനാൾ മുതൽ എനിക്ക് കിട്ടിയിരുന്നു. വാർത്തകൾ അറിയാൻ, രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തെയൊക്കെ കേട്ട് മനസ്സിലാക്കാൻ എനിക്ക് അന്നേ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, രാജീവ് ഗാന്ധിയുടെ ഒരു മരണമുണ്ടായ ഒരു കാലഘട്ടം. ഞാനന്ന് 3ലോ 4ലോ ഒക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പിന്നീട് നടന്നൊരു ജനറൽ ഇലക്ഷനൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ മുരിക്കാശ്ശേരിയിൽ നിന്ന് പഠിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തൊക്കെ എൻ്റെ അമ്മാവൻ ഉൾപ്പെടെ KSUവിലൊക്കെ സജീവമായിരുന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ രാജീവ് ഗാന്ധിയുടെ നെയിം സ്ലിപ്പുകൾ, അതുപോലെ രാജീവ് ഗാന്ധിയുടെ ഈ ബട്ടൺസ് ഒട്ടിക്കുന്ന സ്റ്റിക്കർ, ഇതൊക്കെ രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയുടെ ആ ഒരു അനുസ്മരണം നല്ല നിലയിൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് ഇന്നും എക്കാലവും ഇങ്ങനെ പച്ചപിടിച്ച് നിൽക്കുന്നുമുണ്ട്. അപ്പം പിന്നീട് ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന മുരിക്കാശ്ശേരിയിലാണ് 3 വർഷം പഠിച്ചത്. ആ സമയത്ത് അവിടെ സ്കൂൾ രാഷ്ട്രീയമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുമുണ്ട്. അന്ന് 5ാം ക്ലാസ്സിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് കലൂർ ഐപ്പൂർ മെമ്മോറിയൽ ഹൈസ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ സ്കൂൾ രാഷ്ട്രീയമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 96ൽ പഠിക്കുമ്പോൾ അവിടെ KSU വളരെ സജീവമാണ്, സംഘടനാ പ്രവർത്തനമുണ്ട്. ഞാൻ നേരിട്ട് അതിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. എങ്ങനെ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയൊന്നുമില്ല, നേരിട്ട് അതിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കാം ഒരു പക്ഷേ എന്നെ അതിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ആ ഒരു സ്വാധീന ഘടകമായി എൻ്റെ പിന്നാലെ ഇത് ഉണ്ട്. പിന്നീട് ഞാൻ ഇത് വേണ്ടെന്ന് വെച്ച ഒരു സമയമുണ്ട്. എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിലൊക്കെ എന്നാൽ പിന്നെ ഇത് വേണ്ട. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാനിത് എന്നാൽ പിന്നെ ഇത് വേണ്ടെന്ന് വെക്കാം, അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ KSUവിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയാകാണ്. അപ്പോൾ പിന്നെ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ സംഘടനാ രംഗത്ത് നല്ല അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കിട്ടിയ അവസരങ്ങളെല്ലാം നല്ല നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ഇപ്പോഴും ഞാനൊരു സംഘടനാ പ്രവർത്തകൻ തന്നെയാണ്. പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാലും സംഘടനാ പ്രവർത്തന രംഗത്തിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഒരു തലത്തിൽ ആ കാര്യത്തിൽ ഒരു നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്.